നല്ല വാർത്തകൾ മാത്രം കേൾക്കണമേ എന്ന ചിന്തയോടെയാണ് നാം ഓരോ പ്രഭാതത്തെയും കാത്തിരിക്കുന്നത്. എന്നാൽ എപ്പോഴും അത് അങ്ങനെയാകണമെന്നില്ല. അതുപോലെ തന്നെയാണ് പോയ വർഷങ്ങളും. 2024 സന്തോഷ സന്താപങ്ങളുടെ സമ്മിശ്രമായിരുന്നു. സന്തോഷകരമായ നിരവധി വാർത്തകൾക്ക് സാക്ഷ്യം വഹിച്ചു 2024. അതുപോലെ തന്നെ മനസ്സിനെ ഏറെ വേദനിപ്പിച്ച നിരവധി വാർത്തകൾക്കും നമ്മൾ കാഴ്ചക്കാരാകേണ്ടി വന്നു. അങ്ങനെയാണ് 2024 കടന്നു പോകുന്നത്. എന്നാൽ പ്രതീക്ഷയുടെ 2025 വലിയ നല്ല കാഴ്ചകൾ മാത്രമുണ്ടാകട്ടെ എന്നത് തന്നെയാണ് നമ്മുടെ കാത്തിരിപ്പ്. പുതിയ പ്രതീക്ഷകളുടെ 2025 ലോകം വരവേൽക്കാനൊരുങ്ങുമ്പോൾ കടന്നുപോയ 2024 സന്തോഷങ്ങളും സന്താപങ്ങളുമായി സമ്മിശ്രമായാണ് പോയത്. उत्तर प्रदेश के वाराणसी से बतौर सांसद तीसरी बार चुनकर आए हैं। देशवासियों का अटूट भरोसा, अपार जन समर्थन, आत्मीय स्नेह है और पिछले 10 वर्षों में नरेंद्र मोदी ने अपने कुशल शब्दों में अब क्या कहें, जो उत्साह है आप उनका स्वयं अनुभव करें। मैं नरेंद्र दामोदर दास मोदी ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. മൂന്നാമതും കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻഡിഎ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മധ്യകേരളത്തിൽ തൃശൂരിൽ ചരിത്ര വിജയത്തോടെ സുരേഷ് ഗോപി ഒരു ജനതയുടെ പ്രതീക്ഷകളെ വാനോളം ഉയർത്തിയ വർഷമാണ് കടന്നുപോകുന്നത്. വഖഫ് അധിനിവേശം അതിന്റെ ഭീകരരൂപം കൊണ്ട് മുനമ്പൻ ജനതയെ കുടിയൊഴിപ്പിക്കൽ ഭീഷണിയിലാക്കിയതും മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവും നാടിനെ ഞെട്ടിച്ച കൊലപാതകങ്ങളും അപകടങ്ങളുമെല്ലാം 2024 വാർത്താ സംഭവങ്ങളായി. 2024 വിട പറയുമ്പോൾ വാർത്താ പ്രാധാന്യം നിറഞ്ഞതും ചരിത്രത്തിലേക്ക് വഴിതുറന്നതും ചരിത്രമായി മാറിയതുമായ നിരവധി സംഭവങ്ങൾക്കും കൃത്യമായ നിരവധി മുഹൂർത്തങ്ങൾക്കും അതോടൊപ്പം ഹൃദയഭേദകമായ നിരവധി കാഴ്ചകൾക്കും മധ്യകേരളവും സാക്ഷിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനങ്ങളും അദ്ദേഹം സംസ്ഥാനത്തിനായി അനുവദിച്ച സ്വപ്ന പദ്ധതികളും ജനമനസ്സുകളിൽ നിറഞ്ഞ വർഷമാണ് കടന്നുപോകുന്നത്. मैं केरल की जनता के सामर्थ्य को जानता हूं, देश के उज्जवल भविष्य के लिए काम करने का केरल के लोगों का मिजाज भी जानता हूं. मेरा उन पर बहुत भरोसा है, वैसे ही मुझे केरला के हर कार्यकर्ता पर उतना ही भरोसा है. आप चुनौतियों से तब करके निकले हुए कार्यकर्ता हैं, इसलिए केरला की जनता का भरोसा जीतने में आप जरूर सफल होंगे और मैं फिर एक बार
संगठन की शक्ति को प्रणाम करते हुए आप सबको बहुत बहुत शुभकामनाएं देता हूं। भारत माता की 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 वंदे मातरम वंदे मातरम वंदे मातरम। बहुत बहुत धन्यवाद। ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി തൃശൂരിൽ എത്തിയതിനൊപ്പം പ്രവർത്തകർക്ക് ആവേശം വിതറി ജനുവരിയിൽ കൊച്ചിയിൽ നരേന്ദ്രമോദി നടത്തിയ റോഡ് ഷോ നാടിന് ആവേശമായപ്പോൾ രാജ്യത്തിനായി സമർപ്പിച്ച 4000 കോടി രൂപയുടെ വികസന പദ്ധതികൾ ദക്ഷിണേന്ത്യയുടെ വികസനത്തിനും നാഴികക്കല്ലാകുന്നതായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു വലതു മുന്നണികളെ ഞെട്ടിച്ച് എല്ലാ ജില്ലകളിലും വോട്ട് നിലയിൽ കുതിച്ചുചാട്ടം നടത്തിയ BJP തൃശൂരിൽ നടനും ജനനേതാവുമായ സുരേഷ് ഗോപിയിലൂടെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ചരിത്ര വിജയം നേടിയതും ഈ വർഷത്തിന്റെ നേട്ടങ്ങളാണ്. എറണാകുളം പുതിയകാവ് ചൂരക്കാട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ വാർത്ത 2024 ഫെബ്രുവരിയെ ദുഃഖസന്ദ്രമാക്കി. 2 പേർ മരിക്കുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മാസപ്പടി കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ മുനയിൽ CMR-ലും എക്സലോജിക്കുമെല്ലാം എത്തിയതും നിരവധി ചോദ്യം ചെയ്യലുകൾ നടന്നതും വിവാദമായ സ്വർണ്ണക്കടത്ത് കേസിന് പിന്നാലെ മുഖ്യമന്ത്രി വിവിധ അന്വേഷണങ്ങളുമായും അഴിമതികളുമായും വാർത്തകളിൽ കൂടുതൽ നിറഞ്ഞതും 2024-ലാണ്. വരുന്ന 2025-ലും തുടരന്വേഷണ വിവരങ്ങളും റിപ്പോർട്ടുകളുമെല്ലാം വാർത്താ കേന്ദ്രങ്ങളാകുമെന്ന് ഉറപ്പ്. ഇതിനൊപ്പം നാടിനെ ഗ്രസിക്കുന്ന ലഹരി ഇടപാടുകളെയും അവയവ കച്ചവട മാഫിയയും കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ജനൻ ടിവിയിലൂടെ പുറത്തു വന്നിരുന്നു. തുടർവാർത്തകളും സമൂഹത്തിൽ ചർച്ചയായിരുന്നു. അവയവ കച്ചവട മാഫിയയുടെ ഇരകളായ ഇനിയും എത്രയോ പേരുണ്ടിവിടെ. ആശുപത്രിയിൽ പേഷ്യന്റ് വന്ന് ഡോക്ടറെ കണ്ട് അവർക്ക് കിഡ്നി മാറ്റി വെക്കണം അല്ല ലിവർ മാറ്റി വെക്കണോ എന്നുള്ള ഒരു ഇത് വരുമ്പോൾ ഹോസ്പിറ്റലിലെ ജീവനക്കാർ തന്നെ ഈ ഏജന്റിനെ വിളിച്ച് ഈ നമ്പർ കോണ്ടാക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ഹിന്ദിക്കാർക്ക് നമുക്ക് ഇവിടെ പേപ്പർ വർക്ക് ചെയ്ത് അവരുടെ അഡ്രസ് തിരുത്തി പാവപ്പെട്ട ഏതെങ്കിലും ഒരു വീട്ടുകാരുടെ പേരിലേക്ക് ആക്കുക. അവരുടെ ആധാർ ഉൾപ്പെടെ ആധാറും റേഷൻ കാർഡും ഒക്കെ പാവപ്പെട്ട ഏതെങ്കിലും കുടുംബക്ക് അവർക്ക് വല്ല 50,000 25,000 ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവരുടെ പേരിലേക്ക് അവരുടെ അഡ്രസ്സ് ആഡ് ചെയ്തേച്ചും അവർക്ക് എന്തെങ്കിലും തുച്ഛമായ എന്തെങ്കിലും പൈസ കൊടുത്തിട്ട് ഇവർ മേടിക്കുന്ന ലക്ഷങ്ങളും കോടികളും ഒക്കെ. ചരിത്രത്തിനൊപ്പം നടന്ന സംഭവങ്ങൾ, ചരിത്രം മാറ്റി എഴുതിയ സംഭവങ്ങൾ, പുതിയ കാലത്തിൻ്റെ കാഴ്ചകൾ. അങ്ങനെ തന്നെയായിരുന്നു 2024. മധ്യ കേരളവും നിരവധി വാർത്തകൾക്ക് സാക്ഷ്യം വഹിച്ചു. ചരിത്രത്തിൽ ആദ്യമായി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് സുരേഷ് ഗോപിയുടെ മിന്നുന്ന വിജയം. പാർലമെന്റിൽ അത് വലിയ ഒരു ചരിത്രം തന്നെയായിരുന്നു കേരളത്തിൽ നിന്ന്. അതോടൊപ്പം തന്നെ കൊച്ചി മുനമ്പത്ത് നടന്ന തുടർച്ചയായ വഖഫ് അധിനിവേശത്തിനെതിരായ സമരം, അതൊരു പോരാട്ടം തന്നെയായിരുന്നു. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. മാരക ലഹരി വസ്തുക്കളാണ് കൊച്ചിയിലേക്ക് ഈ വർഷവും രാജ്യാന്തര ലഹരി സംഘങ്ങൾ എത്തിച്ചത്. കഴിഞ്ഞ പുതുവർഷം മുതൽ ഡിസംബർ വരെ പോലീസും എക്സൈസും എല്ലാം പിടികൂടിയ മാരക സിന്തറ്റിക് ലഹരിയുടെ അളവുകൾ വ്യക്തമാക്കുന്നത് യുവാക്കളെ ലഹരി വലയത്തിലാക്കുന്ന സംഘങ്ങൾ ഇപ്പോഴും സജീവമാണെന്ന് തന്നെയാണ്. തൃശൂരിൽ സുരേഷ് ഗോപിക്കൊപ്പം കോട്ടയത്തിന് ഒരു കേന്ദ്രമന്ത്രിയെ കൂടി നൽകി ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ സ്വദേശമായ കോട്ടയം ജില്ലയ്ക്ക് കൂടി അഭിമാന മുഹൂർത്തമായിരുന്നു സമ്മാനിച്ചത്. ഇന്ത്യയിലാദ്യമായി വൈദികനെ നേരിട്ട് കർദിനാളാക്കുന്ന ചടങ്ങുകൾക്ക് വത്തിക്കാൻ സാക്ഷ്യം വഹിച്ചപ്പോൾ അതൊരു മലയാളിയായതും മറ്റൊരു നിമിത്തം.
ആർച്ച് ബിഷപ്പ്മാർ ജോർജ് കൂവക്കാടായിരുന്നു കർദിനാളായി ഉയർത്തപ്പെട്ടത്. ചങ്ങനാശ്ശേരി മാമൂട്ട് ലൂർദ് പള്ളി ഇടവകാംഗമാണ് ജോർജ് കൂവക്കാട്. EP ജയരാജന്റെ ആത്മകഥാ വിവാദം റബ്ബർ വില റെക്കോർഡിലെത്തിയത് ഭക്തർക്ക് എരുമേലിയിൽ കുടിതൊടുന്നതിന് 10 രൂപ വീതം പിരിക്കാനുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനവും കോടതി ഇടപെടലിനെ തുടർന്ന് റദ്ദാക്കിയതും കേരള കോൺഗ്രസ് നേതാവ് കോട്ടയം ജില്ലാ പ്രസിഡന്റായിരുന്ന സച്ചി മഞ്ഞക്കടമ്പിൽ പാർട്ടി വിട്ട് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്ന പാർട്ടി രൂപീകരിച്ചതും NDA മുന്നണിയിൽ ചേർന്നതുമെല്ലാം വാർത്തകളായി. തൃശൂർ പൂരം അലങ്കോലമാക്കിയ പോലീസ് ഇടപെടലും എല്ലാത്തിനും മൗനാനുവാദം നൽകിയ സർക്കാർ നിലപാടുമെല്ലാം ദിവസങ്ങളോളം ചർച്ചയായതും തൃശൂരിൽ മാത്രമായിരുന്നില്ല, കേരളക്കരയാകെയായിരുന്നു. പൂരപ്രേമികളുടെ മനസ്സുകളെ ഏറെ വേദനിപ്പിച്ചതായിരുന്നു പോലീസ് നീക്കങ്ങൾ. സുരേഷ് ഗോപി അടക്കം ഇടപെട്ടുള്ള ചർച്ചകൾക്കൊടുവിലായിരുന്നു രാവിലെ വെടിക്കെട്ട് നടന്നതും പകൽപൂരം ആരംഭിച്ചതും. കൊച്ചി പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ സംഭവവും കടന്നുപോകുന്ന വർഷത്തിന്റെ നടുക്കമായിരുന്നു. മെയ് 3-നായിരുന്നു സംഭവം. താൻ പ്രസവിച്ച കുഞ്ഞിനെ യുവതി തന്നെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി മൃതദേഹം പുറത്തേക്ക് വലിച്ചെറിഞ്ഞെന്നായിരുന്നു പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞത്. അവയവക്കച്ചവട ലഹരി മാഫിയയുടെ കണ്ണികൾ വിപുലമാണെന്ന് വ്യക്തമാക്കി പിന്നെയും നിരവധി അറസ്റ്റുകൾ നടന്നതും ഈ വർഷം തന്നെയാണ്. രാജ്യാന്തര ലഹരി മാഫിയയിലെ മുഖ്യകണ്ണി റംഗാരപ്പോൾ കോടതി പരിസരത്ത് പോലും സൃഷ്ടിച്ച നാടകീയ രംഗങ്ങൾക്കും ക്യാമറ കണ്ണുകൾ സാക്ഷിയായിരുന്നു. അവയവ കച്ചവട കേസിൽ സാബിത് നാസറിലൂടെ നിരവധി പേരിലേക്ക് അന്വേഷണം എത്തുകയും ചെയ്തു. കുട്ടികൾക്കടക്കം ഭക്ഷ്യവിഷബാധയേറ്റ നിരവധി സംഭവങ്ങളുമുണ്ടായി. എന്നാൽ പിന്നെയും പരിശോധനകൾ പ്രഹസനം തന്നെയായിരുന്നു. ഏലൂരിലെ മത്സ്യക്കുരുതി ജനകീയ പ്രതിഷേധം അലയടിച്ച മറ്റൊരു സംഭവമായിരുന്നു. കുവൈത്തിൽ തീപിടുത്തത്തിൽ മരിച്ചവർ നാടിന്റെ ആകെ നമ്പരമായപ്പോൾ പ്രിയപ്പെട്ടവർക്ക് അവസാനമായി കണ്ണീർ പൂക്കളർപ്പിക്കാൻ 100 കണക്കിന് പേരെത്തിയിരുന്നു. ഇരുപത്തിമൂന്ന് മലയാളികളുടെയും 7 തമിഴ്നാട് സ്വദേശികളുടെയും 1 കർണാടക സ്വദേശിയുടെയും മൃതദേഹങ്ങളായിരുന്നു കൊച്ചിയിൽ പൊതുദർശനത്തിനായി വെച്ചത്. ജൂണിലെ കണ്ണീർ കാഴ്ചയായി ഇത് മാറി. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനെതിരായി ഉയർന്ന പീഡന പരാതിയും പിന്നീടുള്ള സിദ്ദിഖിന്റെ ഒളിവുകാലവുമെല്ലാം വാർത്തകളിൽ നിറഞ്ഞു നിന്നു. അറസ്റ്റ് സാധ്യതകളും പോലീസ് പരിശോധനകളുമെല്ലാമായി സിദ്ദിഖിന്റെ ആലുവയിലെയും കാക്കനാട്ടെയും വീടുകൾ ഈ ദിവസങ്ങളിൽ ശ്രദ്ധാകേന്ദ്രമായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് മുകേഷ് അടക്കമുള്ള നടന്മാർക്കെതിരെയും ലൈംഗിക ചൂഷണ പരാതികൾ ഉയർന്നിരുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കേരളം ചർച്ച ചെയ്ത മറ്റൊരു വാർത്തയുടെ കേന്ദ്രം കൊച്ചി മുനമ്പമായിരുന്നു. വഖഫ് അധിനിവേശ നീക്കങ്ങളും അതിനെതിരെ ഒരു ജനത തുടരുന്ന ചെറുത്തുനിൽപ്പും ചരിത്രം തന്നെയായിരുന്നു. വഖഫ് ചൂണ്ടിക്കാണിക്കുന്ന സ്വത്തെല്ലാം വഖഫിന്റേതാകുന്ന അനീതിയും ഇതിനെതിരായ സമരത്തോടുള്ള LDF,
LDF അവഗണനയുമാണ് ചർച്ചയായത്. ഞങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് ഈ തീരപ്രദേശത്ത് ഞങ്ങളുടെ പൂർവികരായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. അതിനിടയിൽ 1950 സിദ്ദിഖ് സേട്ട് വരുന്നതും ഈ ഭൂമി ഫറൂഖ് കോളേജിന് കൊടുക്കുന്നതും. ആ സമയത്ത് ഡോക്യുമെൻ്റ് അവരുടെ കൈവശമുണ്ടായിരുന്നുവെങ്കിലും ഞങ്ങൾ തന്നെയായിരുന്നു കൈവശക്കാരായി നിന്നിരുന്നവർ. പക്ഷേ ഫറൂഖ് കോളേജിന് ആധാരം കിട്ടുകയും അവരെ പട്ടയം പിടിക്കുകയും ചെയ്തു. ഞങ്ങൾ അവരുമായിട്ട് 34 വർഷം കേസ് നടത്തിയതിന് ശേഷം അവർ പറഞ്ഞ പണം കൊടുത്ത് ഞങ്ങൾ ഈ ഭൂമി തീർ വാങ്ങിച്ചു, കരമടച്ചു, പോക്കുവരെ നടത്തി, തണ്ടപ്പേര് പിടിച്ച്, വാഹന വായ്പ എടുത്ത്, വീട് വായ്പ എടുത്ത്, വിദ്യാഭ്യാസ വായ്പ എടുത്ത് 33 വർഷമായിട്ട് സ്വസ്ഥവും സുഖവുമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 2022 ജനുവരി 13 കരമടക്കാൻ ചെന്നപ്പോഴാണ് ഇത് നിങ്ങളുടെ ഭൂമിയല്ല, ഇത് വഖഫ് ബോർഡിൻ്റെ ഭൂമിയാണെന്ന് അറിയാൻ സാധിച്ചത്. അന്ന് മുതൽ ഞങ്ങൾ 2 വർഷവും 7 മാസവും കേരള സർക്കാരിൻ്റെ സെക്രട്ടേറിയറ്റിലും അതേപോലെ തന്നെ വഖഫ് മന്ത്രിയും മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയുമായി MLA വഴി ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നെങ്കിലും ഞങ്ങൾക്ക് കരമടക്കാൻ അനുവാദം കിട്ടി. പക്ഷേ രജിസ്റ്ററിൽ നിന്നും മാറിയിട്ടില്ല എന്നുള്ള വിവരം ഞങ്ങൾ പിന്നീടാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. വഖഫ് രജിസ്റ്ററിൽ നിന്നും രജിസ്റ്ററിൻ്റെ ആസ്തിയിൽ നിന്നും മാറാതെ വഖഫ് ഭൂമിക്ക് തന്നെയാണ് ഞങ്ങൾ കരമടക്കാനായിട്ട് തയ്യാറായിരുന്നത് എന്നാണ് ഞങ്ങൾ പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനെതിരെ കത്തോലിക്ക സഭയും SNDPയും എല്ലാം മുന്നോട്ട് വരികയും അതിനനുസരിച്ചിട്ട് ഇവിടുത്തെ സാമുദായിക സംഘടനകൾ ചേർന്ന് വഞ്ചി സ്ക്വയറിൽ ഒരു സമരം സംഘടിപ്പിച്ചു. KLCയുടെയും വരാപ്പുഴ രൂപതയുടെയും കോട്ടപ്പുറം രൂപതയുടെയും നേതൃത്വത്തിൽ എല്ലാവരും തന്നെ അതിൽ പങ്കെടുത്തിരുന്നു. തുടർന്ന് വഖഫ് ബോർഡിലേക്ക് ന്യൂനപക്ഷ മോർച്ച ഒരു സമരം സംഘടിപ്പിച്ചു. തുടർന്ന് SNDP ചെറായി ജംഗ്ഷനിൽ സമരം നടത്തി. തുടർന്ന് ഞങ്ങൾ ഇവിടെ നിന്നും പോയി പല സ്ഥലങ്ങളിൽ സമരം നടത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഞങ്ങൾ സാമ്പത്തികമായിട്ട് ആകെ തകർന്നിരിക്കുകയാണ്. ഞങ്ങൾ ലോണുകളോ വായ്പകളോ ഒന്നും എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞങ്ങളങ്ങനെ വീണ്ടും താഴേക്കിടയിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വളരെ തന്ത്രപരമായും ബുദ്ധിപരമായുമാണ് ഞങ്ങൾ ഈ സമരപ്പന്തൽ ഇവിടെ കെട്ടി ഇവിടെ ഉപവാസം ഇരിക്കാൻ തുടങ്ങിയത്. അത് എന്തായാലും കേരള ജനത ഒന്നാകെ അത് ഏറ്റെടുത്തു, ഇന്ത്യയും ഏറ്റെടുത്തു. ഡൽഹിയിൽ നിന്നും അതേപോലെ തന്നെ കേന്ദ്രത്തിൽ നിന്നുമെല്ലാം ഒരുപാട് നേതാക്കന്മാരെ ഞങ്ങളെ കാണാൻ വരികയും സമൂഹത്തിൽ മതേതരത്വവും ജനാധിപത്യവും വേണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളും ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് വരികയും ചെയ്തു. കുറുവ സംഘങ്ങൾ എറണാകുളത്തിൻ്റെയും ആലപ്പുഴയുടെയും സ്വൈര്യം കെടുത്തിയതും ഇക്കഴിഞ്ഞ നാളുകളിലാണ്. ഒരു വർഷത്തിനുള്ളിൽ നിരവധി ക്രൂരകൊലപാതകങ്ങളുടെ വാർത്തകളായിരുന്നു ആലപ്പുഴ ജില്ലയിൽ നിന്ന് പുറത്തു വന്നത്. എല്ലാ കൊലപാതകങ്ങളും ഏകദേശം ഒരേ രീതിയിലും മൃതദേഹങ്ങൾ ഒഴിച്ചുകൂടുകയുമായിരുന്നു ചെയ്തിരുന്നത്. എല്ലാ കേസുകളിലും പ്രതികൾ പോലീസ് വലയത്തിലായി. ആറ് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ജീവൻ കവർന്ന കളർക്കോട് വാഹനാപകടവും ജീവനുകൾ അപഹരിച്ച് പാതകളെ കുരുതിക്കളമാക്കിയ മറ്റ് നിരവധി വാഹനാപകടങ്ങളും കണ്ണീരോർമ്മകളാണ്. മോഷണക്കേസിൽ അറസ്റ്റിലായവരിൽ നിന്ന് ചുരുളഴിഞ്ഞ ഇടുക്കി കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസ്, മൂന്നാറിന്റെ പേടി സ്വപ്നമായ കൊമ്പൻ പടയപ്പയുടെ ആക്രമണങ്ങൾ. ആക്രമണകാരിയായ കൊമ്പനെ ഭയന്നാണ് തോട്ടം തൊഴിലാളികൾ ജോലിക്ക് പോലും പോകുന്നത്. കാട്ടാനകളുടെയും മറ്റു വന്യമൃഗങ്ങളുടെയും ആക്രമണം വർദ്ധിച്ച വർഷം കൂടിയാണ് കടന്നുപോകുന്നത്. കാട്ടാന മറച്ചിട്ട മരം വീണ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിന് പിന്നാലെ കോതമംഗലം കുട്ടമ്പുഴയിൽ കാട്ടാനയാക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടതും ഡിസംബറിന്റെ നോവാണ്. ആശങ്ക ആശ്വാസത്തിന് വഴിമാറിയ നിരവധി സംഭവങ്ങൾക്കും ഈ വർഷം സാക്ഷിയാണ്. കോതമംഗലം കോട്ടപ്പടിയിൽ കിണറ്റിൽ വീണ ആനയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും പോലീസുകാരുടെയും ശ്രമഫലമായിട്ടായിരുന്നു കിണറിന്റെ കെട്ടിടിച്ചു നിരത്തി ആനയെ കരക്കെത്തിച്ചത്.
ഉദ്യോഗവും ആശങ്കയും സൃഷ്ടിച്ച മണിക്കൂറുകൾക്കൊടുവിലായിരുന്നു കോതമംഗലം കുട്ടമ്പുഴയിൽ വനത്തിലകപ്പെട്ട 3 സ്ത്രീകളെ കണ്ടെത്തി സുരക്ഷിതരായി തിരിച്ചെത്തിച്ചത്. കാണാതായ പശുവിനെ തിരഞ്ഞ് ഉൾക്കാട്ടിലേക്ക് പോയി ആനക്കൂട്ടത്തെ കണ്ട് ഭയന്ന് പാറയ്ക്ക് മുകളിൽ കയറുകയായിരുന്നു പാറുക്കുട്ടിയും ഡാർലിയും. മായയും കയറി വന്നത് പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനകൾക്ക് മുന്നിലേക്കായിരുന്നു. മധുരിക്കുന്ന ഓർമ്മകളും മനസ്സിൽ മായാത്ത വേദനകളും തന്ന് അങ്ങനെ 2024 വിട. നല്ല കാഴ്ചകൾ കാണണം, നല്ല വാർത്തകൾ കേൾക്കണം, നല്ലത് മാത്രം അറിയണം. അതാണ് 2025 നമുക്കുള്ള പ്രതീക്ഷ. രാജ്യം മുന്നേറണം, ലോകത്തിന് മുന്നിൽ നമ്മൾ തലയെടുപ്പോടെ നിൽക്കണം. പുതിയ പുതിയ ചരിത്രങ്ങൾ തിരുത്തണം, നന്മയുടെ പൊൻവെളിച്ചമുണ്ടാകണം. അങ്ങനെയാകണം 2025. ആ ഒരു പ്രതീക്ഷ, ആ ഒരു പ്രാർത്ഥന അതുതന്നെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അങ്ങനെ തന്നെയാകട്ടെ 2025 എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം.